ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. വൈസ് ചാൻസലർമാർ സംഘപരിവാർ വേദിയിലേക്ക് ഇങ്ങനെ തുടർച്ചയായി പോകുന്നത്, RSS പ്രചാരകരായവർ മാറുന്നത്, എന്താണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം, നിലപാട് എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കണം. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വില കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് ചേരുന്നതല്ല. അദ്ദേഹം പറഞ്ഞത് അതിരു കടന്നതാണ്. അദ്ദേഹം പറഞ്ഞത് നിലവാരമില്ലാത്ത കാര്യമാണ്. വന്ദേമാതരം ഒരു വലിയ വിവാദമായിരിക്കും. ഇതിലാണ് VC മോഹൻ കുന്നുമ്മൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പൊതുവേദിയിലാണ് പറയുന്നത്, അമ്മ ആരാണെന്ന് അറിയാത്തവരാണ് ഈ വന്ദേമാതരത്തെ പാടാത്തതും അത് എതിർക്കുന്നു എന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അറിയാത്തവരാണ് വന്ദേമാതരം ഇങ്ങനെ പാടണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ആദ്യം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പഠിക്കട്ടെ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും സംഘപരിവാർ ഉണ്ടായിരുന്നില്ല. അത് വേറൊരു ഭാഗം. മാപ്പെഴുതി കൊടുത്ത ചരിത്രമാണ്, ബ്രിട്ടീഷുകാരുടെ കാലുനക്കിയ ചരിത്രമാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1911-നും 1920-നും ഇടയിലെ 7 തവണയാണ് സവർക്കർ തന്നെ മാപ്പെഴുതി കൊടുത്തത്. അതാണ് ഒരു ഭാഗം. പക്ഷേ ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യം പറയാൻ പറഞ്ഞത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഹിന്ദു മുസ്ലിം ഏകത്വത്തിൻ്റെ ചരിത്രമായിരുന്നു. പക്ഷേ അത് വൈവിധ്യങ്ങളെയെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചറായി ഇന്ത്യ മാറിയത്, ഇന്ത്യൻ ഭരണഘടന അങ്ങനെ മാറിയത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമ്മുടെ ആപ്തവാക്യമായി മാറിയതെല്ലാം ഈ പശ്ചാത്തലത്തിലാണ്. ആ ചരിത്രം അറിയാത്തവരാണ് ഇതെല്ലാം പറയുന്നത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപയോഗിച്ച ഏറ്റവും തീവ്രമായ ആയുധം അത് ഡിവൈഡ് ആൻഡ് റൂളായിരുന്നു. വ്യവസായിക വിപ്ലവത്തിന് ശേഷം വലിയ ആയുധ കൂമ്പാരവുമായിട്ടാണ് അവരിങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ആ ആയുധങ്ങളെക്കാളൊക്കെ കരുത്തുള്ള ബ്രിട്ടീഷുകാരുടെ ആയുധം ഡിവൈഡ് ആൻഡ് റൂളായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂളിനെതിരെ ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കിയെടുത്ത മൂവ്മെൻറ്റിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് സമൂഹ ഏതെങ്കിലും തരത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് അല്ലാത്തതോ ആയ ഒന്നും നമ്മുടെ ദേശീയ ഗീതമായിട്ടോ ദേശീയ ഗാനമായോ വരാൻ പാടില്ല എന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. വന്ദേമാതരം 1937 വന്ദേമാതരത്തെ അന്നത്തെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് അതിൻ്റെ അന്നത്തെ അവരുടെ സമ്മേളനത്തിലാണ് അത് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നത്. ആ തീർപ്പാണ് ഇപ്പോൾ മാറ്റി സംഘപരിവാർ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, സ്പർദ്ധ ഇതെല്ലാം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പൊളിറ്റിക്കൽ പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് BJP ഇപ്പോഴിത് കൊണ്ടുവരുന്നത്. അതിനെയാണ് രാഷ്ട്രീയമായി ഞങ്ങൾ എതിർക്കുന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് വളരെ അദ്ദേഹം പറഞ്ഞത് ചരിത്രം മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാനാവില്ല. ശരിക്കും പറഞ്ഞാൽ സർവകലാശാലയുടെ VC ആണ് അത്തരത്തിലൊരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, അതായത് അമ്മ ആരെന്ന് അറിയാത്തവരാണ് ഇത് എതിർക്കുന്നത് നടത്തുന്ന അത്തരം പ്രയോഗങ്ങൾ ശരിയാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇന്നത്തെ വളരെ നല്ല സിവിക് സെൻസുള്ളൊരു തലമുറയാണ് ഇന്ന് ഉയർന്നു വരുന്നത്. അപ്പോൾ അവരുടെയെല്ലാം മുമ്പിൽ അല്ലെങ്കിൽ വളരെ റെസ്പോൺസിബിളായ വാക്കുകളിൽ നല്ല റെസ്പോൺസിബിളായ ഭാഷാ പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ റെസ്പോൺസിബിളായ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ആഗ്രഹിക്കുന്നൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരിക്കലും അത് പറയാനില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നത്, എന്താണ് കേരള ഗവൺമെൻറ്റിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും റോള്? ശ്രീ റോജി എം ജോൺ ഈ തുടർച്ചയായി സംഘപരിവാർ അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന ഈ വൈസ് ചാൻസലർമാർ സംഘപരിവാർ വേദികളിൽ പോകുന്നു. ഇതിനെല്ലാം എവിടെയാണ് ശ്രീ റോജി എം ജോണിൻ്റെ അഭിപ്രായം? എന്താണ് UDF ഗവൺമെൻറ് നിലപാട്? അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ UDF ഗവൺമെൻറ് അവരുടെ നിലപാട് വ്യക്തമാക്കണം. ഈ സംഭവം RSS വേദിയിൽ വീണ്ടും ശ്രീ മോഹൻ കുന്നുമ്മൽ പോയി, സർവകലാശാല വൈസ് ചാൻസലർ പോയി. അപ്പോൾ ഒരു സർവകലാശാല വൈസ് ചാൻസലർ വീണ്ടും RSS വേദിയിൽ പോകുന്നതിനെക്കുറിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും നിലപാടെന്താണ്? മുൻപൊക്കെ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു, ഒരു നിലപാട് വ്യക്തമായിരുന്നു. ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് സഹായകരമായ ഒരു കൊടുക്കൽ വാങ്ങൽ അവർക്കിടയിൽ നടക്കുന്നുവെന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വൈസ് ചാൻസലർമാർ സംഘപരിവാർ വേദിയിലേക്ക് ഇങ്ങനെ തുടർച്ചയായി പോകുന്നത്, RSS പ്രചാരകരായവർ മാറുന്നത്, എന്താണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം, നിലപാട് എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കണം. അത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് തെളിയിക്കുകയാണോ ഇത്തരം പ്രസ്താവനകളോട് ചെയ്യുന്നത്? അല്ല, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു കമൻറ്റിലേക്കല്ല പോകുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ സർവകലാശാലകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ RSS ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഗവർണറെ ഉപയോഗിച്ചു. അന്ന് അതിനെല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ്സാണ്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് സെനറ്റിലേക്കും അക്കാദമിക് കൗൺസിലുകളിലേക്കുമെല്ലാം തന്നെ പങ്കിട്ടെടുത്തു കോൺഗ്രസും സംഘപരിവാറും. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പങ്കിട്ടെടുക്കലും തുടരുന്നു, കൊടുക്കൽ വാങ്ങൽ തുടരുന്നു, പ്ലസ് ഇതുപോലെ വേദികളിൽ പോകുമ്പോൾ അവർ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളോ കേരളത്തിലെ സർവകലാശാലയോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ആളുകളോ മീൻസ് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സർവകലാശാല ഇവരാരും ആഗ്രഹിച്ചിട്ടൊന്നും വന്നതല്ല ഈ പറഞ്ഞ ആളുകളൊന്നും വൈസ് ചാൻസലർ കസേരയിലേക്ക്. ശ്രീ മോഹൻ കുന്നുമ്പലിൻ്റെ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പേഴ്സണൽ റിമാർക്കിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ ശ്രദ്ധിക്കണമല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പേഴ്സണൽ റിമാർക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വില കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് ചേരുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഇത്തരം RSS അനുകൂല രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നിലപാടെന്താണ്? ഞങ്ങളിതിനെ ശക്തമായി എതിർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അവാസ്തവമാണ്, അദ്ദേഹം പറഞ്ഞത് അതിരു കടന്നതാണ്, അദ്ദേഹം പറഞ്ഞത് നിലവാരമില്ലാത്ത കാര്യമാണ്.